KSRTC ബസ് കാത്തു നിൽക്കുകയും സമയത്തിന് എത്തിച്ചേർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള ഒരു കേസിൽ 20,000 രൂപ KSRTCക്ക് പിഴയിട്ടിരിക്കുകയാണ്. ഏതായാലും ആ കാര്യം വളരെ നല്ല കാര്യമാണ്. കാരണം എനിക്കിത് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഫെബ്രുവരി 25-ാം തീയതി ഒരു വ്യക്തി കോഴിക്കോട് നിന്നും മൂവാറ്റുപുഴയ്ക്ക് പോരുവാൻ വേണ്ടി കാത്തു നിന്നപ്പോഴാണ് ലോ ഫ്ലോർ AC ബസ് എത്തിച്ചേരാതെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരം മുതൽ ഈ കോഴിക്കോട് വരെ ഈ വാഹനം എത്തിച്ചേരുവാൻ വേണ്ടി KSRTC എഴുതി വെച്ചിരിക്കുന്ന സമയവും റിസർവേഷനിൽ കാണിക്കുന്ന സമയവും ഏതാണ്ട് 1 മിനിറ്റിൽ 1 കിലോമീറ്റർ ഓടി എത്തുന്നതാണ്. 60 കിലോമീറ്റർ സ്പീഡ് തുടർച്ചയായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിടത്ത് പോലെ നിർത്തുന്നോടം വരെ എത്തിയാലേ അങ്ങനെ വരുള്ളൂ. 1 മിനിറ്റിൽ 1 കിലോമീറ്റർ ഓടത്തക്ക രീതിയിലുള്ള ഒരു റണ്ണിങ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ റണ്ണിങ് സമയത്ത് ഒരു കാരണവശാലും ഈ വണ്ടി ഓടിയെത്തുകയില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ലോ ഫ്ലോർ ബസ്സുകളാണെങ്കിലും അതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ വോൾവോ ബസ്സുകൾ ആ കമ്പനിക്ക് പൈസ കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് സ്പെയർ പാർട്സ് കിട്ടുന്നില്ല, ഈ വാഹനങ്ങൾ വഴി കിടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ വാഹനം കൃത്യസമയത്ത് ഓടിയെത്തുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ റിസർവേഷൻ മേടിക്കുമ്പോൾ KSRTC ആ റിസർവേഷൻ മേടിക്കുമ്പോഴെങ്കിലും, കാരണം ഇപ്പോൾ ഈ ഒരു വണ്ടി തിരുവനന്തപുരത്ത് പുറപ്പെട്ടാൽ 4.5 മണിക്കൂർ കൊണ്ട് 5.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തും എന്നാണ് KSRTCയുടെ കണക്ക്. ആ വണ്ടി 7 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് തൃശ്ശൂരെത്തും. യഥാർത്ഥത്തിൽ 10 മണിക്കൂർ 12 മണിക്കൂർ കൊണ്ടൊക്കെ ഓടിയെത്തുന്നത്. ഈ കാര്യം കൃത്യമായി വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTCക്ക് അറിയാം. പക്ഷേ എന്താണ്, ജീവനക്കാരന് ഈ 7 മണിക്കൂറിൻ്റെ പൈസ മാത്രം ശമ്പളമായി നൽകാൻ പറ്റുകയുള്ളൂ. കൂടുതൽ യഥാർത്ഥത്തിൽ ഓടി വരുന്ന സമയം കാണിച്ചാൽ അവൻ ആ കാശ് കൂടി ഇല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി കൂടി, ഇപ്പോൾ 2 ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്, ഒരു ഡ്യൂട്ടി കൂടി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ കൂടുതലുള്ള സമയത്തിന് ഇവന് ഈ കൂടുതൽ ആനുകൂല്യം നൽകേണ്ടി വരും, അതിൻ്റെ പൈസ നൽകേണ്ടി വരും. അത് നൽകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഇതിൻ്റെ യഥാർത്ഥ റണ്ണിങ് സമയം മോട്ടോർ വാഹന വകുപ്പിൽ നമ്മളത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥ റണ്ണിങ് സമയമില്ലാതെ സമയം കുറച്ച് കാണിച്ചിരിക്കുക. ഈ സമയം തന്നെയാണ് എവിടെ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, റിസർവേഷൻ ടൈം. ഇവിടെ ഈ വണ്ടി കോഴിക്കോട് ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ചെല്ലുന്ന വണ്ടി കോഴിക്കോട് ചെന്നിട്ട് വേണം തിരിച്ചു പോരാൻ. അപ്പോൾ എന്തോ കാരണവശാൽ അത് ഇതായി. ഇപ്പോൾ ഈ ഒരു വിഷയമായിരിക്കില്ല ഇപ്പോൾ കോർപ്പറേഷനിൽ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ പ്രശ്നം ഇവിടെ ഈ വാഹനം ഏതൊക്കെയാലും ഷെഡ്യൂൾ റദ്ദാക്കി. അപ്പോൾ ഷെഡ്യൂൾ റദ്ദാക്കുമ്പോൾ എന്ത് വേണം, ഈ പറഞ്ഞിരിക്കുന്ന റിസർവേഷൻ എടുത്തിരിക്കുന്ന യാത്രക്കാരുടെ നമ്പറുകളെല്ലാം അവിടെയുണ്ട്. അവിടെ ഇവർക്ക് മെസ്സേജ് അയക്കണം, വിളിച്ച് പറയണം, വിളിച്ചിട്ട് കിട്ടിയില്ലേ മെസ്സേജ് അയക്കണം. ഇതിനൊക്കെ ആയിട്ട് അവിടെ സ്റ്റേഷൻ മാസ്റ്റർമാർ ഇരിപ്പുണ്ട്. അവരെ നിയന്ത്രിക്കാൻ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരുണ്ട്. കൺട്രോളിംഗ് ഇൻസ്പെക്ടറെ നിയന്ത്രിക്കാൻ ജനറൽ കൺട്രോളിംഗ്മാർ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ ജനറൽ കൺട്രോളിംഗ് എന്നൊക്കെ പറയുമ്പം ലക്ഷത്തിനടുത്ത് ശമ്പളം മേടിക്കുന്ന ആളുകളായിരിക്കുന്നത്. ഇത് അപ്പോൾ ഈ ഡ്രൈവർ കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞാൽ 20,000-30,000 ഒക്കെ ശമ്പളമുള്ളൂ കേട്ടോ. ഈ പറയുന്ന ബംഗാളികളുടെ ശമ്പളമുള്ളൂ, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ കോർപ്പറേഷൻ ഇപ്പോൾ 20,000 രൂപ അടയ്ക്കണം. ഇതാരടയ്ക്കും? കോർപ്പറേഷൻ അടയ്ക്കുന്ന പൈസ കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നോ കോർപ്പറേഷൻ സർക്കാർ നൽകുന്ന ഫണ്ടിൽ നിന്നോ അല്ല അടയ്ക്കേണ്ടത്. ഈ വിവരം ഈ റിസർവേഷൻ ഉള്ള വണ്ടി റദ്ദാക്കി ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം അത് ഈ യാത്രക്കാരെ വിളിച്ചറിയിക്കുവാൻ വേണ്ടി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനാരോ അയാളിൽ നിന്നും, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അന്നേരം ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ആരാണോ അയാളിൽ നിന്ന്, പിന്നീട് അവിടെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായിട്ടിരുന്ന ആരാൾ കോഴിക്കോട് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്നും അവരുടെ ശമ്പളത്തിൽ നിന്നുമാണ് ഈടാക്കേണ്ടത്. അപ്പം ഇവിടെ ചിലപ്പോൾ അത്യാഹിതം കൊണ്ട് വണ്ടി രാവിലെ പോകാൻ പറ്റിയില്ല, ഡ്രൈവർ വന്നില്ല എങ്കിൽ ആ ഡ്രൈവർക്കെതിരെ ആ വണ്ടിയുടെ അന്നത്തെ കളക്ഷൻ ഡ്രൈവർക്ക് കണ്ടക്ടർക്കും എതിരെ മേടിക്കാൻ വേണ്ടിയൊക്കെ ഉത്തരവിടുന്ന മഹാന്മാരാണ് ഈ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്ന ഇല്ലാത്ത തസ്തികയിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ ഈ കേസ് KSRTC ഒരു കാരണവശാലും KSRTCയുടെ വരുമാനത്തിൽ നിന്ന് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പാടില്ല. ഇത് ചെയ്യേണ്ടത് ഈ വീഴ്ച വരുത്തിയിട്ടുള്ള അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ATO, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ, സ്റ്റേഷൻ മാസ്റ്റർ ഇവരിൽ നിന്ന് വേണം ഈ പിഴ ഈടാക്കി കൊടുക്കുവാൻ. തീർച്ചയായിട്ടും ഉപഭോക്തൃ കോടതി അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം തന്നെ ഈ നിയമവിരുദ്ധമായ റണ്ണിങ് സമയം, ഓടിയെത്തുവാൻ കഴിയാത്ത റണ്ണിങ് സമയം, ജീവനക്കാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന KSRTC നേതൃത്വം ഇതൊരു പാഠമായിട്ട് ഉൾക്കൊള്ളുക. ഇനിയും ഇത്തരം കേസുകൾ ഉണ്ടാവും. കാരണം ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഈ 5.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എറണാകുളം വരെ ലോ ഫ്ലോർ ബസ് ഓടിയെത്തും, അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ ഓടിയെത്തും എന്നൊക്കെ പറഞ്ഞ് റണ്ണിങ് സമയം ഉണ്ടാക്കി തൊഴിലാളികളെ ദ്രോഹിക്കുമ്പോൾ മറുപണി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അടിയന്തരമായി റണ്ണിങ് സമയം മാറ്റി കൃത്യമായ റണ്ണിങ് സമയം പൊളിച്ചെഴുതുവാനുള്ള നടപടി സ്വീകരിക്കണം.
ഈ വിഷയത്തിൽ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിനും തൊഴിൽ വകുപ്പിനും പരാതി അയച്ചിട്ടുണ്ട്. ഏതായാലും അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി. Thank you.